കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു കൂട്ടുകുടുംബത്തിൽ നടക്കുന്ന ചില രസക്കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. പെൻറീത്ത് മരീൻ കമ്മ്യൂണിറ്റി അവതരിപ്പിച്ച മനോഹരമായ ഒരു സ്കിറ്റ്. പ്രാർത്ഥിക്കാൻ സമയം ഒന്നിനെയും കാണുന്നില്ലല്ലോ. എടി മറിയേ, ആടി കുരിശ് വരയ്ക്കാടി. ഞാൻ നാളെ കല്യാണത്തിന് പോകാനുള്ള സാരി ഒന്ന് തപ്പിക്കോട്ടെ. അവളുടെ ഒരു സാരി പ്രാന്തം. എടാ കറിയേ, വാടാ കുരിശ് വരയ്ക്കാടാ. ചേട്ടാ ഞാൻ അത്യാവശ്യമായിട്ടൊരു ഫോണില്ല, ഞാനിപ്പോ അത് കഴിഞ്ഞ ഉടനെ പറയാം കേട്ടാ. രാവിലെ തൊട്ട് വൈകുന്നേരം വൈ ഇതും ചെവി വെച്ചോണ്ട് ഇരിപ്പ. അപ്പോ അപ്പ വാ കുരിശ് വരയ്ക്കാം. മോനെ ഈ സീരിയൽ നിന്ന് കഴിയട്ടാ മോനെ, ഞാൻ വരാം. അപ്പാപ്പരെങ്കിലും വാ, നമുക്ക് കുരിശ് വരയ്ക്കാം, സമയായി. എടാ മോനെ ജോർജുട്ടിയെ, അപ്പാപ്പന് പാടില്ലാടാ. കുരിശ് വരയ്ക്കാൻ വിളിക്ക് മാത്രം പാടില്ല, അല്ലാത്തപ്പോ എന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ല. എന്നെ കൂടെ ഒരു പ്രാർത്ഥിക്കാൻ സമ്മതിപ്പിക്കുകയല്ലോ. ഇവിടെയാണെങ്കിൽ 100 പ്രശ്നങ്ങളും. എനിക്ക് വയ്യ. കഷ്ടകാലം എന്റെ കർത്താവേ, എന്റെ കഷ്ടകാലം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. അയ്യോ എന്റെ കർത്താവേ, ഞാനിനി എന്നാ ചെയ്യേ? എടി മറിയക്കുട്ടിയെ എന്നാ പറ്റിയടി? പിടിച്ചു വാങ്ങിയതാ, കാശു മുടക്കി വാങ്ങിയതാ. അയ്യോ ഈ സാരി കീറിപ്പോയി. കസവിന്റെ കറിയുള്ള സാരിയ, പളപള തിളങ്ങണ സാരിയ. അയ്യോ ഈ സാരി കീറിപ്പോയി. അയ്യാ, നിനക്ക് സാരി കീറിപ്പോയതുകൊണ്ട് ഇവിടെ ബാക്കിയുള്ളവന്റെ കളസം കീറി തുടങ്ങി. നിനക്കും കൂടി അറിയാവുന്നല്ലേ ഈ വീടിന്റെ അവസ്ഥ? ഓ എന്നാ അവസ്ഥയാ? വാടക വീട്ടിലല്ലോ മമ പൊറുതി, അതിൽ കഷ്ടപ്പാട് ദുരിതവും എനിക്ക് സ്വന്തം. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ. എങ്ങനെ കിടക്കും ഞാൻ, കിടന്നങ്ങനുറങ്ങും ഞാൻ. ഈ രാത്രിയെങ്ങനെ കഴിച്ചു കൂട്ടും ദൈവേ. ദൈവത്തിനെ വിളിച്ചോണ്ടിരുന്നോ? എന്റെ മനുഷ്യനെ ഒരു പണി വേലില്ലാതെ ഇങ്ങനെ കുത്തിയിരുന്ന എങ്ങനെ സാരി മേടിക്കുന്ന വിചാരം? ഓ, നിന്റെ ഒടുക്കത്തെ ഒരു സാരി. എടി, ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കണത് ഞാനല്ലേ? ഓ പിന്നെ. എടി, അനിയനെ വലിയൊരു രാഷ്ട്രീയക്കാരനാക്കിയത് ഞാനല്ലേ? ഓ വലിയ കാര്യം. എടി, ഇല്ലാത്ത കാശുണ്ടാക്കി പെങ്ങളെ കെട്ടിച്ചു വിട്ടില്ലേ? പിന്നെ വയസ്സായ അപ്പനെയും വല്യാപ്പനെ ഞാൻ നോക്കണില്ലേടി? ഇവരുടെ മൊത്തം കാര്യങ്ങൾ നോക്കിയാ നമ്മൾ എങ്ങനെ ജീവിക്കും? എടി മറിയക്കുട്ടി, എന്നാന്നേ? നീ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഓ പോടുന്നു. അയ്യേ, അതല്ല. പിന്നെ എന്നാത്തിനാ? ഇനിയിപ്പൊ ഇവിടെ പിടിച്ചു നിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയോ. എന്നാ വഴിയാ? കടലിനക്കരെ പോയിക്കോട്ടെ, കാണാപ്പൊന്നിന് പോയിക്കോട്ടെ. കടലിനക്കരെ പോയിക്കോട്ടെ, കാണാപ്പൊന്നിന് പോയിക്കോട്ടെ. പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം, കൈ നിറയെ പോയി വരുമ്പോൾ ഗോൾഡ് കൊണ്ടുവരാം. അറബിയുടെ വീട്ടിലെ അലമാരക്കുള്ളിലെ അടുക്കി കെട്ടിയ നോട്ടുകൾ അടിച്ചു മാറ്റി അയച്ചു തരാം ഞാൻ. എന്നാ പോ, എന്നാ പോ, എന്നാ പോ. അടുത്ത കഷ്ടകാലം. അപ്പൻ അവിടെ എവിടെയും പോയത് കിടക്കാൻ പാടില്ലേ? അപ്പനെ നിനക്ക് മൂക്കി പഞ്ഞു വെച്ച് കത്താനാണല്ലോ ധൃതി. എടാ, നിനക്ക് ഈ അപ്പനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരത്താണോ ജോർജുട്ടി? അപ്പൻ ഇവിടെ എന്തിന്റെ കുറവുണ്ടെന്നാ പറയണത്? എടാ, നീ ഏത് നേരം ഈ പെണ്ണുപിള്ളയുടെ പുറകെ എങ്ങനെ നടന്നിട്ട് എന്താണ് കാര്യം? അപ്പൊ അപ്പൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്നാ പറഞ്ഞു? കുരിശിന്റെ വഴിയേ പോ, കുരിശിന്റെ വഴിയേ പോ, കുരിശിന്റെ വഴിയേ പോ. ആ, ഈ നിൽക്കണ കുരിശ് ഇവിടെ വന്ന് കേറിയപ്പോഴാണ് ഈ വീടിന്റെ കഷ്ടകാലം തുടങ്ങിയത്. അപ്പനറിയാൻ നോക്കൂല, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു. പക്ഷെ എന്റെ പെണ്ണുപിള്ളേരെ പറ്റി എന്തെങ്കിലും പറഞ്ഞാണ്ടല്ല. എടാ ജോർജ് കുട്ടി, ഇവളിവിടെ കാറ്റിക്കൂടുന്ന എന്തൊക്കെയാന്ന് നിനക്ക് അറിയൂടാ? ഇവിടെ എന്ത് കാണിച്ചെന്ന് അവൻ പറയണത്? ഉച്ചക്കത്തെ
ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. മടനെണ്ണ ചേർത്ത കുഞ്ഞി കുടിച്ചിരുന്നിട്ട് മടുക്കുക മോനെ എനിക്ക്. ഉച്ചക്കത്തെ ചോറും വൈകിട്ടത്തെ ചായയും കിട്ടണില്ല മോനെ എനിക്ക്. മടനെണ്ണ ചേർത്ത കുഞ്ഞി കുടിച്ചിരുന്നിട്ട് മടുക്കുക മോനേടാ. എന്റെ കർത്താവേ, എനിക്ക് ഇതുങ്ങളുടെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാ മതി. പാപ്പന് പാടില്ലടാ, പാപ്പന് പാടില്ല. ഓ ദേ വരുന്ന അടുത്ത കഷ്ടകാലം. അപ്പ അപ്പനെ അപ്പന്റെ അപ്പനോടൊന്ന് പറയാൻ പാടില്ല എവിടെയെങ്കിലും പോയി കിടക്കാനായിട്ട്. എടാ ഞാൻ അപ്പനോട് പറഞ്ഞ അപ്പൻ കേൾക്കൂലാടാ. ഓ, വെല്ലിപ്പൻ എന്തിനാ കരയണത്? വെല്ലിപ്പന് പാടില്ലടാ മോനെ ജോർജൂട്ടി, ആ കുഴമ്പെടുത്തിട്ട് തിരുമിത്താട്ടടാ. അയ്യോ മുതുകിൽ പിടിച്ച് പതക്കെ തിരുമട മോനെ ജോർജൂട്ടി, ആ കുഴമ്പെടുത്തിട്ട് പതക്കെ തിരുമടാ. ഇടക്കിടക്കിന്റെ വയറിനകത്ത് കുരുണ്ട് കയറുന്ന മോനെ, കരിണ്ട് കയറുന്ന മോനെ, തിരുമി തട്ടട മോനെ, പതുക്കെ തിരുമ മോനെ. വലിയ പഴ പാടില്ലടാ മോനെ ജോർജൂട്ടി, ആ കുഴമ്പെടുത്തിട്ട് പുതുക്കെ തിരുമട.